ഹലോ ഹായ് നമസ്കാരം. നമ്മുടെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നിരിക്കുന്നത് ട്രിവാൻഡ്രത്ത് ജോൺ കോക്സ് കോളേജിലാണ്. അച്ഛോ നമസ്കാരം. നമസ്കാരം. അപ്പോൾ അച്ഛാ, നമുക്ക് ആമുഖങ്ങളൊന്നുമില്ലാതെ സ്ട്രെയിറ്റ് അവേ ടു ദ പോയിന്റ് നമ്മുടെ കോളേജിനെ പറ്റി പറയുമ്പോൾ നമ്മുടെ കോളേജിൻ്റെ ചരിത്രം ആളുകൾക്ക് കേൾക്കാൻ ആഗ്രഹമുണ്ടാകും. എന്ന് തുടങ്ങി, ആര് സ്ഥാപിച്ചു, എങ്ങനെയാണ് നമ്മളുടെ വിഷൻ, അതിനെപ്പറ്റി ഒന്ന് അച്ഛനൊന്ന് പറയാം. 18-ാം നൂറ്റാണ്ടിൽ തിരുവനന്തപുരം ജില്ലയിൽ വന്ന ഒരു മിഷണറിയാണ് റവറൻഡ് ജോൺ കോക്സ് എന്ന് പറയുന്ന വ്യക്തി. അദ്ദേഹം തിരുവനന്തപുരം ജില്ലയിലേക്ക് വരുന്ന സമയത്ത് ഇവിടെ വിദ്യാഭ്യാസപരമായിട്ട് അത്രത്തോളം മുന്നിട്ട് നിൽക്കുന്ന ഒരു സാഹചര്യം താഴേക്കിടയിലുള്ള ആളുകൾക്കില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ആ ഒരു മിഷണറി ഇവിടെ വന്ന് എഡ്യൂക്കേഷന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് നല്ലൊരു തലമുറയെ വളർത്തിയെടുക്കാനുള്ള ഒരു പ്രവർത്തനം ആരംഭിച്ചു. അദ്ദേഹം LMS മിഷണറി ആയിട്ട് വന്നു. അങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളിലൂടെ ഈ പ്രദേശത്ത് തിരുവനന്തപുരം ജില്ലയിൽ ധാരാളം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആരംഭിക്കുന്നതിനുള്ള സാഹചര്യമുണ്ടായി. അതിനെ തുടർന്നാണ് 2009 CSI സൗത്ത് കേരള ഡയോസിസ് ഇവിടെ ഒരു എഞ്ചിനീയറിംഗ് കോളേജ് ആരംഭിക്കുന്നതിനെക്കുറിച്ച് ചിന്തിച്ച സമയത്ത് ഈ മിഷണറി വര്യൻ്റെ പേര് റവറൻഡ് ജോൺ കോക്സിൻ്റെ പേരിൽ ആരംഭിക്കുക എന്ന ചിന്തയുണ്ടായതും അങ്ങനെയാണ് ജോൺ കോക്സ് മെമ്മോറിയൽ CSI ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി കണ്ണമ്പുല എന്ന പേരിൽ ഈ സ്ഥാപനം 2009 ആരംഭിക്കുന്നത്. ഈ ഇത്രയും കാലത്തെ യാത്രയിൽ ഇന്ന് അച്ഛന് ഈ ഒരു കോഴ്സ് തിരഞ്ഞെടുക്കുന്ന കുട്ടികളായിക്കോട്ടെ, പാരൻസ് ആയിക്കോട്ടെ, ഇന്ന് അവരോട് അച്ഛൻ ഏറ്റവും കൂടുതൽ എന്തുകൊണ്ട് നമ്മുടെ കോളേജിനെ തിരഞ്ഞെടുക്കണം, അതിനെപ്പറ്റി അവരോട് എന്താണ് പറയാനുള്ളത്? പ്രത്യേകിച്ചും സിറ്റിയുടെ കേന്ദ്രഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു കോളേജാണ്. മറ്റൊരു കോളേജിന് അവകാശപ്പെടാൻ കഴിയാത്ത പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇവിടെ നിന്ന് 4 കിലോമീറ്റർ ചുറ്റളവിൽ റെയിൽവേ സ്റ്റേഷനായിരുന്നാലും അതുപോലെ തന്നെ ബസ് സ്റ്റാൻഡ് ആയിരുന്നാലും കുട്ടികൾക്ക് വന്നു പോകാൻ, ദൂരെ പഠിക്കുന്ന കുട്ടികൾക്കായിരുന്നാലും ഇവിടെ വന്നു പോകാൻ വളരെ എളുപ്പത്തിൽ എത്തിച്ചേരാൻ കഴിയുന്ന ഒരു പ്ലേസാണിത്. അത് കണ്ണമ്പുല എന്ന് പറയുന്ന സ്ഥലം ഈ തിരുവനന്തപുരം ജില്ലയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥലമായിട്ട് നിൽക്കുന്നുണ്ട്. അത് ഈ യാത്രാ സൗകര്യം വെച്ച് നോക്കുമ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് എനിക്ക് പറയാനായിട്ട് കഴിയും. അതുപോലെ തന്നെ നമ്മളെ ഇവിടത്തെ സംബന്ധിച്ചിടത്തോളം പ്ലേസ്മെൻറ്റിൻ്റെ കാര്യങ്ങളായിരുന്നാലും അതുപോലെ മറ്റു കോഴ്സുകളുടെ കാര്യങ്ങളായിരുന്നാലും മറ്റ് കോളേജുകളെക്കാൾ കുറച്ചുകൂടെ മെച്ചപ്പെട്ട രീതിയിൽ ഞങ്ങൾ ഈ കാലഘട്ടത്തിൽ ചെയ്യുന്നു. ഇവിടെ നമ്മുടെ പ്ലേസ്മെൻറ്റ്സ് എന്ന് പറയുമ്പോൾ ഇന്ന് ആളുകൾക്ക് തോന്നാം, അപ്പം എങ്ങനെയാണ് പ്ലേസ്മെൻറ്റ് സൈഡ്, നമ്മൾ എത്രത്തോളം ആളുകൾക്ക് പ്ലേസ്മെൻറ്റ് കൊടുക്കുന്നുണ്ട്, നമുക്ക് എത്രത്തോളം കമ്പനികളുമായിട്ടുള്ള കൊളാബറേഷൻസ് ഉണ്ട്. ചിലപ്പോൾ ഈ പ്ലേസ്മെൻറ്റിനെ പറ്റി പറയുന്ന സമയത്ത് അവർക്ക് അങ്ങനെ ഒരു ഡൗട്ട് വരാം. അപ്പോൾ അതിനെപ്പറ്റി ഇവിടെ ഒന്ന് അച്ഛൻ ഇച്ചിരി ഒന്ന് ഇതാക്കാമോ, ബെറ്റർ ആക്കാമോ? ഈ കഴിഞ്ഞ 2-3 വർഷമായിട്ട് ഞങ്ങളിവിടെ പ്ലേസ്മെൻറ്റ് ഡ്രൈവുകൾ നടത്താറുണ്ട്. എല്ലാ വർഷവും ഇയർ എൻഡിങ് ആകുന്ന സമയത്ത് കുട്ടികൾക്ക് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നമ്മുടെ കോളേജിന് മാത്രമായിട്ടല്ല, തിരുവനന്തപുരം ജില്ലയ്ക്കകത്തുള്ള മറ്റെല്ലാ കോളേജുകളെയും ഉൾപ്പെടുത്തിക്കൊണ്ടാണ് കഴിഞ്ഞ 2-3 വർഷമായി പ്ലേസ്മെന്റ് ഡ്രൈവ് നടത്തുന്നത്. അത് ഏറ്റവും വലിയൊരു നല്ലൊരു കാര്യമാണ്. കോളേജിന് മാത്രമല്ലാതെ മറ്റുള്ള എല്ലാ കോളേജും, അപ്പോൾ ഒരുപാട് പേർക്ക് അവസരം. ഈ കഴിഞ്ഞ ഒരു മാസത്തേക്ക് മുമ്പ് ഇവിടെ ഒരു പ്ലേസ്മെന്റ് ഡ്രൈവ് നടത്തി 12 കമ്പനികൾ, കേരളത്തിലെ 12 പ്രമുഖ കമ്പനികൾ നമ്മുടെ ഈ കോളേജിൽ പ്ലേസ്മെന്റ് ഡ്രൈവിന് വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു പ്രധാനപ്പെട്ട ഒരു പ്ലേസ്മെൻറ്റ് ഡ്രൈവ് ഞങ്ങളിവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ഏകദേശം 90% കുട്ടികൾക്ക് ഇവിടെ നിന്ന് ഓരോ വർഷം പഠിച്ചിറങ്ങുന്നതിൽ ഞങ്ങളുടെ കോളേജിൽ നിന്ന് 90% കുട്ടികൾക്ക് വിവിധ കമ്പനികളെ അതുപോലെ തന്നെ ഗവൺമെൻറ് സ്ഥാപനങ്ങളിലൊക്കെ ധാരാളം ജോലി സാധ്യതകൾ ലഭ്യമാകുന്നുണ്ട്. അതെ. ഇനിയിപ്പോൾ നമ്മൾ ഈ ഒരു കോളേജിനെ തിരഞ്ഞെടുക്കുന്ന കാര്യത്തിൽ ചിന്തിക്കുന്ന സമയത്ത് ആളുകൾക്കുള്ള മറ്റൊരു ഏറ്റവും വലിയൊരു ചോദ്യമായിരിക്കും, നമ്മുടെ ഇവിടുത്തെ വിജയ ശതമാനം, എത്രത്തോളം ആളുകൾ പഠിക്കുന്നു, നമ്മുടെ വിജയ ശതമാനം എങ്ങനെയുണ്ട് ഇത്രയും കാലത്ത്. അപ്പം അപ്പോഴാണ് അവർ റിയലൈസ് ചെയ്യുന്നത് നമ്മളിവിടെ കൊടുക്കുന്ന നമ്മുടെ അക്കാഡമിക്സ് എത്രത്തോളം ബെറ്റർ ആണെന്നുള്ളത് ആൾക്കാരെ റിയലൈസ് ചെയ്യിപ്പിക്കുക എന്നുള്ളത്. അപ്പോൾ നമ്മുടെ ഇവിടുത്തെ ഒരു വിജയ ശതമാനത്തിൻ്റെ എങ്ങനെയാണ്? 60% വിജയമാണ് ഇപ്പോൾ ഞങ്ങൾ അവകാശപ്പെടുന്നത്. ഒരുപക്ഷെ കഴിഞ്ഞ വർഷങ്ങളിൽ നിന്നെക്കാളും വളരെ മെച്ചമായിട്ട് ഇപ്പോൾ കഴിഞ്ഞ വർഷത്തെ റിസൾട്ടൊക്കെ നോക്കുന്ന സമയത്ത് 60% മുകളിലുള്ള വിജയ ശതമാനം നമുക്കിവിടെ ലഭിക്കുന്നു. കാരണം കോവിഡ് കഴിഞ്ഞിട്ടുള്ള, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കോവിഡിൻ്റെ കാര്യം കഴിഞ്ഞിട്ട് ഈ ഒരു കഴിഞ്ഞ ലാസ്റ്റ് ഇയർ ആയിരിക്കാം അതിലൊരു ബെറ്റർമെന്റിലേക്ക് എത്താൻ സാധിച്ചിട്ടുണ്ട്. അതെ. കാരണം കോവിഡ് കാലഘട്ടം ഒരുപാട് ആളുകളെ മടിയന്മാരാക്കി, അല്ലെങ്കിൽ ചിന്താഗതികൾ മാറ്റിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഒരുപാട് കോളേജുകളുടെ പ്രശ്നങ്ങൾ ഉണ്ടായത്. കാരണം എനിക്ക് തോന്നുന്നു അതുകൊണ്ടായിരിക്കാം ഈ പ്രാവശ്യം നമ്മുടെ +2 റിസൾട്ട് പോലും അത്രത്തോളം താഴ്ന്നു പോയിട്ടുണ്ടാകും. അപ്പോൾ ഈ കുട്ടികൾ ജോൺ കോക്സിനെ തിരഞ്ഞെടുക്കുന്ന സമയത്ത്, നമ്മുടെ പാൻ കേരളയിൽ നിന്ന് ഇങ്ങോട്ട് എത്തുന്ന സമയത്ത് അവർക്ക് കിട്ടുന്ന കാര്യങ്ങൾ എന്താ? ഇപ്പോൾ തിരുവനന്തപുരത്തുള്ളവർക്ക് വന്നു പോകാനായിട്ട് സാധിക്കും. പുറത്തു ജില്ലകളിൽ നിന്ന് വരുന്ന ആളുകൾക്ക് നമ്മുടെ ഹോസ്റ്റൽ ഫെസിലിറ്റിയും മെസ്സും അങ്ങനെയുള്ള എത്രത്തോളം ഫെസിലിറ്റികളാണ് നമ്മൾ അവർക്ക് കൊടുക്കുന്നത്? ഇവിടെ നമുക്ക് ഹോസ്റ്റൽ സംവിധാനം ഈ ക്യാമ്പസിനകത്തില്ല. പക്ഷേ
നമ്മുടെ ഡയോസിസിൻ്റെ കേന്ദ്രമായ അതായത് LMS കോമ്പൗണ്ടിൽ തിരുവനന്തപുരം LMS കോമ്പൗണ്ടിൽ ബിഷപ്പ് ഹൗസിനോട് ചേർന്ന് ഗേൾസിനും ബോയ്സിനുമായിട്ട് 2 ഹോസ്റ്റൽ അതിനകത്തുണ്ട്. ഉണ്ട്. അപ്പോൾ അവിടെയാണ് നമ്മുടെ ഇവിടെ പഠിക്കുന്ന അല്ലെങ്കിൽ മറ്റു ജില്ലകളിൽ നിന്ന് വരുന്ന അല്ലെങ്കിൽ ഒരുപക്ഷെ തിരുവനന്തപുരം ജില്ലയുടെ ദൂരസ്ഥലങ്ങളിൽ നിന്ന് വരുന്ന കുട്ടികളൊക്കെ ഉണ്ട്. അവർക്കുള്ള ഹോസ്റ്റൽ സംവിധാനങ്ങൾ ചെയ്തു കൊടുക്കുന്നത്. നമ്മുടെ കോളേജ് ബസ് തന്നെ അവിടെ എല്ലാ ദിവസവും രാവിലെ അവിടെ പോയി കുട്ടികളെ കളക്ട് ചെയ്ത് കോളേജിൽ കൊണ്ടുവരുന്നുണ്ട്. തിരിച്ച് ക്ലാസ് കഴിയുമ്പോൾ അവിടെ എത്തിക്കുകയും ചെയ്യുന്നുണ്ട്. ഇത് ഈ ഹോസ്റ്റൽ സംവിധാനത്തിൻ്റെ പ്രത്യേകതയാണ്. ഇനി നമ്മുടെ നല്ലൊരു ക്യാൻറ്റീൻ നമുക്കിവിടെയുണ്ട്. ക്യാൻറ്റീൻ ഒരു ജോൺ കോക്സ് മിഷണറി അദ്ദേഹം ഇവിടെ പ്രവർത്തിക്കുന്ന കാലഘട്ടത്തിൽ ഇവിടെ ഒരു സെമിനാരി ആരംഭിക്കുന്ന ഒരു സാഹചര്യം വന്നു. അങ്ങനെ അവിടെ അന്ന് ഫാക്കൽറ്റിക്ക് താമസിക്കാൻ വേണ്ടി ഇവിടെ സെമിനാരി പഠിപ്പിക്കുന്ന അച്ഛന്മാർക്ക് താമസിക്കാൻ വേണ്ടി പണിത നല്ലൊരു കെട്ടിടമുണ്ട്, ഒരു പഴയ കെട്ടിടം. അതിന് നമ്മളിപ്പോൾ ഒരു നല്ലൊരു ബംഗ്ലാവാണത്. അതിനെ ക്യാൻറ്റീനായിട്ട് ഒരുക്കി അതിനകത്താണ് ക്യാൻറ്റീൻ സംവിധാനം. നല്ല രീതിയിലുള്ള ഫുഡ്, ബ്രേക്ക്ഫാസ്റ്റ് ഉൾപ്പെടെ 4 മണി വരെ ക്യാൻറ്റീൻ പ്രവർത്തനം അതിനകത്തുണ്ട്. അപ്പോൾ ഈ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ LMSന്റെ കോമ്പൗണ്ടിലായതുകൊണ്ട് തന്നെ നിങ്ങളുടെ കുട്ടികൾ ഇവിടെ ഹോസ്റ്റൽ ലൈഫിൽ നിൽക്കുകയാണെങ്കിൽ അവർ അത്രത്തോളം സേഫ് ആൻഡ് സെക്യൂർ ആണ്. അതെ, കാരണം അവർക്ക് ദൈവഭയത്തോടു കൂടി വളരാം. അതുപോലെ തന്നെ ഒരാണായാലും പെൺകുട്ടിയായാലും രണ്ടുപേരും അവിടെ സേഫാണ്. അവർക്ക് പുറത്ത് പോകണമെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങളുടെ ചോദ്യങ്ങളുണ്ട്, നിങ്ങൾ ആ കാര്യങ്ങൾ അറിയണം. മറ്റുള്ള ഒരു ഹോസ്റ്റലിൽ ഇല്ലാത്ത ഒരു സെക്യൂരിറ്റി ഇവിടെ അവർക്ക് കിട്ടുന്നുണ്ടെന്നുള്ളത് ഏറ്റവും വലിയൊരു കാര്യം. തീർച്ചയായിട്ടും. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമ്മൾ ഓൾറെഡി പറഞ്ഞു. നമുക്കിനി ഇവിടെ ഏറ്റവും കൂടുതൽ ഉള്ള കോഴ്സുകൾ ഏതൊക്കെ മേഖലയിലാണ്, പിന്നെ നമ്മുടെ ഇൻഡസ്ട്രിയിൽ നമ്മൾ പുതിയ കോഴ്സുകളോ അല്ലെ എന്തെങ്കിലും ലോഞ്ച് ചെയ്യുന്നുണ്ടോ ഇനി? അതെ, ഇപ്രാവശ്യം ഞങ്ങൾ പോളിടെക്നിക്കിൽ കൂടെ ആരംഭിക്കുകയാണ് ഇവിടെ. ഓക്കെ, പോളിടെക്നിക് കൂടെ ആരംഭിക്കാം. അതായത് സിവിൽ, മെക്കാനിക്കൽ, ഇലക്ട്രോണിക്സ്, ഇലക്ട്രിക്കൽ, അതുപോലെ തന്നെ കമ്പ്യൂട്ടർ സയൻസ്, ഇങ്ങനെ 5 വിഭാഗങ്ങളിലായിട്ട് പോളിടെക്നിക്കിൽ ആരംഭിച്ചു. അതിൻ്റെ കാര്യങ്ങളെല്ലാം നടന്നു വരുന്നുണ്ട്. അല്ലാതെ നമ്മുടെ എഞ്ചിനീയറിംഗ് കോളേജ് ബിടെക്കിൽ 7 കോഴ്സുകളാണ് പ്രധാനമായിട്ടുള്ളത്. അതിൽ തന്നെ സിവിലും മെക്കാനിക്കലും ഇലക്ട്രിക്കലും ഇലക്ട്രോണിക്സും കമ്പ്യൂട്ടർ സയൻസ് ഈ പ്രധാനപ്പെട്ട കോഴ്സുകളും, അതിൻ്റെ കൂടെ തന്നെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആൻഡ് മെഷീൻ ലേണിങ്ങും, അതോടൊപ്പം ബയോമെഡിക്കൽ ആൻഡ് റോബോട്ടിക് എഞ്ചിനീയറിംഗ്. അപ്പോൾ ഇങ്ങനെ 7 ബ്രാഞ്ചുകൾ ബിടെക് മേഖലയിലും അല്ലാതെ 5 ബ്രാഞ്ചുകൾ ഈ പോളിടെക്നിക് മേഖലയിലുമാണ് പ്രവർത്തിക്കുന്നത്. നമ്മുടെ ഈ ബയോമെഡിക്കൽ ആൻഡ് റോബോട്ടിക് എഞ്ചിനീയറിംഗ് എനിക്ക് തോന്നുന്നു അവകാശപ്പെടാൻ നമുക്ക് മാത്രമേ ഉള്ളൂ. അതെ, കേരളത്തിൽ നമുക്ക് മാത്രമാണ് ഈ അവകാശപ്പെടുന്നത്. പ്രത്യേകിച്ച് KTUവിൽ വേറെ ഒരു കോളേജിലും ഇല്ല ഈ കോഴ്സ്. ഇത് നമ്മുടെ ഈ കോളേജിന് മാത്രമാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇനി ഏറ്റവും കൂടുതൽ ട്രെൻഡ് ആകാനായിട്ട് പോകുന്ന ഒരു മേഖലയാണ് ഈ ഒരു മേഖല. തീർച്ചയായിട്ടും ഇന്ന് ഓപ്പറേഷൻസ് ആയിക്കോട്ടെ, മറ്റുള്ള എല്ലാ കാര്യങ്ങളും റോബോട്ടിക്സിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നു. നമ്മുടെ മൊത്തം ലോകം AI ഇതിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നു. പക്ഷേ മനുഷ്യനെ നമുക്ക് റീപ്ലേസ് ചെയ്യാൻ പറ്റത്തില്ലെങ്കിലും ഈ ഒരു കോഴ്സ് പഠിച്ചു വെച്ചാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും മികച്ച ഒരു ടൈം കെട്ടിപ്പടുക്കാനായിട്ട് സാധിക്കും. അതും ഈ ഒരു കോഴ്സ് കേരളത്തിൽ മറ്റൊരു കോളേജിനും അവകാശപ്പെടാനില്ല, ഇവിടെ മാത്രമാണ് പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഭാവി നല്ല രീതിയിൽ കെട്ടിപ്പടുക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കുട്ടിയോ പാരൻ്റോ ആണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ ഡെഫിനറ്റ്ലി ജോൺ കോക്സ് കോളേജ് നിങ്ങൾക്ക് ഏറ്റവും ഒരു ബെറ്റർ ഓപ്ഷനാണ്. നമ്മുടെ ലൈഫിൽ നമ്മൾ പഠിക്കുന്ന സമയത്ത് നമ്മൾ എപ്പോഴും പറയാറുണ്ട്, അച്ഛന്മാരുടെയും സിസ്റ്റർമാരുടെയൊക്കെ സ്കൂളിൽ പഠിക്കുന്നവർക്ക് ഒരു പ്രത്യേക ദൈവഭയവും അതുപോലെ തന്നെ അവരുടെ ജീവിതത്തിൽ അവർക്കൊരു എൻലൈറ്റ്മെൻറ്റ് ഉണ്ടാകാറുണ്ട്. അത് ഏതൊരു ജാതി മതസ്ഥർക്കും ആ പ്രയോറിറ്റി കൊടുക്കുന്ന, കാരണം ക്രിസ്ത്യാനിറ്റി എന്ന് പറയുന്നത് എപ്പോഴും ഒരു മുന്നോട്ട് വെക്കുന്നത് ആശയങ്ങളെയാണ്. അപ്പോൾ നിങ്ങളുടെ കുട്ടികൾ ഇവിടെ വന്ന് പഠിച്ചാൽ അവരുടെ ലൈഫിൽ അവർക്ക് വളരെ അടുക്കും ചിട്ടയും അതുപോലെ തന്നെ ദൈവഭയത്തോടു കൂടി മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും. അപ്പോൾ പക്ഷേ ഇവിടെ വരുന്ന മറ്റുള്ള കുട്ടികൾക്ക് മോർണിംഗ് ടൈം നമ്മുടെ സഭാ സ്കൂളുകളിലും അല്ലെങ്കിൽ കോളേജുകളിലും അവർക്കൊരു റിഫ്രഷ്മെൻറ്റ് ടൈപ്പ് രാവിലെ പല ടെൻഷൻസും പല പ്രോബ്ലംസിലും നമ്മളിന്ന് മനുഷ്യർ വീട്ടിലെ പ്രശ്നങ്ങളാവാം, നാട്ടിലെ പ്രശ്നങ്ങളാകാം. അപ്പോൾ ആ ഒരു മൈൻഡ് റിഫ്രഷ്മെൻറ്റിന് നമ്മുടെ കോളേജ് എന്തെങ്കിലും ആളുകൾക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്നുണ്ടോ? എല്ലാ ദിവസവും രാവിലെ നമ്മുടെ ഇവിടുന്ന് ഒരു മോർണിംഗ് പ്രെയറോടുകൂടെയാണ് ക്ലാസ്സുകളൊക്കെ ആരംഭിക്കുന്നത്. 8:30 മുതൽ 8:55 വരെ, മോർണിംഗ് 8:30 മുതൽ 8:55 ഉള്ള ടൈമിലാണ് അത് ചെയ്യുന്നത്. അപ്പോൾ അതിനകത്ത് അവർക്ക് വന്നിരുന്ന് ഒന്ന് പ്രെയർ ചെയ്യാൻ, അന്നത്തെ ക്ലാസ്സിന് വേണ്ടി പ്രെയർ ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ അല്പസമയം അവർക്ക് മെഡിറ്റേഷന് വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു പ്രശ്നം ജീവിതത്തിൽ അഭിമുഖീകരിച്ച് വരുന്നവരായിരിക്കാം, ടെൻഷനോടുകൂടി വരുന്നവരായിരിക്കും, അവർക്കൊന്ന് അതിന് റിലാക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ടൈം അവിടെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് എല്ലാ കുട്ടികൾക്കും, അത് ബൈബിൾ മാത്രമല്ല പഠിപ്പിക്കുന്ന അങ്ങനെ ഒരു പ്രത്യേകിച്ചൊന്നുമല്ല, അവർ ജനറലായിട്ട് ചില കാര്യങ്ങൾ മാത്രം ദൈവ സാന്നിധ്യത്തിന് വേണ്ടി പറഞ്ഞ് അവരെ ഒന്ന് ക്ലാസ്സുകളിലേക്ക് ആനയിക്കുന്ന ഒരു രീതി ചെയ്യുന്നു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വലിയ ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. കാരണം ഒരു കുട്ടിയുടെ മാനസിക സംഘർഷം ഒരു കോളേജിന് മനസ്സിലാക്കാൻ സാധിച്ചാൽ
വളരെ എളുപ്പമാണ്. കാരണം ഈ ഒരു പ്രയറിലൂടെ അല്ലെങ്കിൽ ഈ ഒരു മെഡിറ്റേഷനിലൂടെ അവർ കോളേജുമായിട്ട് കൂടുതൽ കണക്ട് ആവുകയാണ്. അവർക്ക് ചിലപ്പോൾ തുറന്നു പറയാൻ പറ്റും എനിക്ക് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്. കാരണം ഇന്ന് ആത്മഹത്യകളും കൂടുന്നൊരു കാലത്താണ്. അപ്പോൾ ഇന്ന് ഈ ഒരു മെഡിറ്റേഷൻ അല്ലെങ്കിൽ ഈ ഒരു പ്രയർ വഴി അവർക്ക് കണക്ട് ആവാൻ പറ്റുന്നത് അവരുടെ ടീച്ചേഴ്സിനോടും അല്ലെങ്കിൽ ചിലപ്പോൾ അവർക്ക് തോന്നാൻ മതി എനിക്കിതൊന്ന് പറയാം. അപ്പോൾ അത് വലിയൊരു അനുഗ്രഹമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ പഠിക്കുന്ന സമയത്ത് നമ്മുടെ കരിയർ ഡെവലപ്മെൻറ്റിനോടൊപ്പം തന്നെ നമ്മുടെ മാനസിക വളർച്ചയും അതുപോലെ തന്നെ നമ്മുടെ ലൈഫിൽ നമുക്ക് ദൈവത്തിനെ കാണുന്നു അല്ലെങ്കിൽ യൂണിവേഴ്സ് ഇന്ന് പലരും ഇന്ന് പറയുന്നത് മാനിഫെസ്റ്റേഷൻ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണല്ലോ. അപ്പോൾ ഏതും ആയിക്കോട്ടെ ഒരു എൻലൈറ്റ്മെൻറ്റ് ക്രിയേഷനിലൂടെ നമുക്ക് നമ്മുടെ വിദ്യാഭ്യാസത്തിനോടൊപ്പം നമുക്ക് സാധിക്കണം. വിദ്യാഭ്യാസം എന്ന് പറയുന്നത് കാശുണ്ടാക്കാൻ ഒരു കോഴ്സ് മാത്രമല്ല, അടുക്കും ചിട്ടയുള്ള നല്ല ക്യാരക്ടറൂടെ ഉണ്ടാക്കുന്ന ഒരു മേഖലയാണ് വിദ്യാഭ്യാസം കൊണ്ടിട്ട് കിട്ടുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി നല്ലൊരു കോളേജും നല്ലൊരു കോഴ്സും പ്രിഫർ ചെയ്യുന്നുണ്ടെങ്കിൽ ദിസ് ഈസ് ദ ബെസ്റ്റ് ഓപ്ഷൻ. മറക്കണ്ട, താഴെ കിടക്കുന്ന നമ്പറുകളിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് വിളിക്കുക. നിങ്ങൾക്ക് അഡ്മിഷൻസും കാര്യങ്ങളും അറിയാനായിട്ട് സാധിക്കും. മറ്റുള്ള ഡീറ്റെയിൽസിന് നമ്മുടെ കോളേജിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ വിട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വിളിക്കാം. ഒരു പുതിയ വീഡിയോ വരുന്നിടം വരെ ബൈ.